നമ്മുടെ ഗുരുജി ശ്രീനാരായണ ഗുരുജി ഇന്നീ മണ്ണിൽ ജീവിച്ചെങ്കിൽ വെള്ളാപ്പള്ളി നടേശന്റെ മണ്ടയടിച്ച് പൊളിച്ചേനെ, മണ്ടയടിച്ച് പൊളിച്ചേനെ. ഈ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ നാട് വിടേണ്ടി വരുമെന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത്. അല്ല, ഈ വെള്ളാപ്പള്ളി നമ്മുടെ കേരളത്തിലൊന്നല്ലേ ജീവിക്കുന്നത്? ഇതിന് മുന്നേ ഇവിടെ അല്ലേ ജീവിച്ചിരുന്നത്? ലീഗ് എന്ന് പറഞ്ഞ വലിയൊരു മുന്നണിയുടെ വലിയൊരു ഭാഗമാടോ വെള്ളാപ്പള്ളി. പലപ്പോഴായിട്ട് അവർ ഭരിച്ചിട്ടുണ്ട്, അവർക്ക് മന്ത്രിമാരുണ്ടായിട്ടുണ്ട്. ഇപ്പൊ പ്രതിപക്ഷത്താണ്, വലിയൊരു മുന്നണിയുടെ വലിയൊരു ഭാഗമായിട്ട്. അവർക്ക് ഇപ്പോഴും ഒരുപാട് MLA-മാരുണ്ട്. അവരുടെ നിയോജക മണ്ഡലത്തിൽ നിന്നൊന്നും ഒരാൾക്ക് ഇതുവരെ നാട് വിട്ട് പോകേണ്ടി വന്നിട്ടില്ല. താങ്കൾക്കും വളരെ വ്യക്തമായിട്ട് അറിയാം. താങ്കൾ വായക്ക് തോന്നിയത് കോതക്കുപാട്ട് എന്ന് പറഞ്ഞ പോലെ വർഗീയ വശം ഒരു വിഭാഗത്തിന് നേരം മാത്രം ഇങ്ങനെ നിരന്തരമായിട്ട് തുപ്പിക്കൊണ്ടിരിക്കുകയാണ്. താങ്കൾക്കും വളരെ വ്യക്തമായി തന്നെ അറിയാം അങ്ങനത്തെ ഒരു സംഭവം ഒന്നും ഇവിടെ ഇല്ല, കേരളത്തിൽ ഇല്ല എന്ന്. പക്ഷെ താങ്കൾക്ക് താങ്കളുടെ കാര്യസ്വാധീനത്തിന് വേണ്ടി പലരെ സുഖിപ്പിക്കാനായിട്ട് മൊഴിയുന്ന വാക്കുകളാണ് ഇതൊക്കെ. അതൊന്നും നമ്മുടെ സുന്ദരമായിട്ടുള്ള കേരളത്തിൽ വില പോകില്ല. താൽക്കാലികം താങ്കളെപ്പോലുള്ളവർക്കൊക്കെ ഒരു മനസ്സുഖം ഉണ്ടാവും. ഇത് സാക്ഷരത കേരളമാണ്, നന്മ നിറഞ്ഞ കേരളമാണ്. ഇവിടെ ഒരു MLA-യെ തിരഞ്ഞെടുക്കുന്നത് അവൻ്റെ ജാതി മതം നോക്കിയിട്ടൊന്നുമല്ല. ഇവിടെ ഒരു ഭരണകൂടം നിർമ്മിക്കുന്നത് ജാതി മതം നോക്കിയിട്ടല്ല. ജനങ്ങളൊരു MLA തിരഞ്ഞെടുക്കുന്നത്, വിജയിച്ച പാർട്ടി മന്ത്രിസഭ ഉണ്ടാക്കുന്നു, അതിൽ നിന്നൊരു മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നു. അങ്ങനെ ഒരു ഭരണകൂടം നിർമ്മിക്കുന്നു. അവിടെ അവന് ഹൈന്ദവനോ ക്രൈസ്തവനോ മുസൽമാനോ നോക്കിയിട്ടൊന്നല്ല നമ്മുടെ സുന്ദരമായിട്ടുള്ള കേരളം ഓരോരോ ജനപ്രതിനിധികളെയും തിരഞ്ഞെടുക്കുന്നത്. പിന്നെ താങ്കളിങ്ങനെ ഈ വിഷം തുപ്പുന്നത് താങ്കളുടെ മണ്ടന്മാരായിട്ടുള്ള കുറച്ച് അണികളുണ്ടാവും. അവരെങ്ങനെ ആവേശഭരിതരാക്കണം, അവരിങ്ങനെ എയറിൽ നിന്നോളും. നമ്മുടെ ഗുരുജിയൊക്കെ ഇപ്പൊ ഉണ്ടെങ്കിണ്ടല്ല. നമ്മുടെ ഗുരുജി ശ്രീനാരായണ ഗുരുജി ഇന്നീ മണ്ണിൽ ജീവിച്ചെങ്കിൽ വെള്ളാപ്പള്ളി നടേശ നിന്റെ മണ്ടയടിച്ച് പൊളിച്ചേനെ, മണ്ടയടിച്ച് പൊളിച്ചേനെ.